തോന്നാൻ പാടില്ലല്ലോ. സംശയം തോന്നി നമുക്കെന്താ? മോളോട് ഇത്രയും വലിയ ചതി കാണിക്കാമെങ്കിൽ മോള് ചോദ്യം ചെയ്യുന്നതാണോ കുഴപ്പം? അതല്ല ചേച്ചി, കുറെ തെളിവുകൾ കൂടി കിട്ടാനുണ്ട്. അത് കിട്ടാതെ ഞാൻ കയറി ഇടപെട്ട അവർ രണ്ടുപേരും കൂടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി എന്ത് തെളിവാ കിട്ടേണ്ടത്? പ്രേമലേഖനം കൈ കിട്ടിയില്ലേ? അതൊരു പ്രേമലേഖനം അല്ല. പിന്നെന്താ? അതൊരു ഓട്ടോഗ്രാഫാ. അതിലെ അവള് പ്രേമലേഖനം എഴുതിയിരിക്കുന്നത്. എന്തു കുന്തമാണെങ്കിലും അതിൽ പ്രേമലേഖനം ഉണ്ടല്ലോ. ചേച്ചി അതല്ല, ഞാൻ അത് മാത്രം കാണിച്ച മറ്റു പലതും പറഞ്ഞ് ഒഴിയാനുള്ള സാധ്യതയുണ്ട്. അവര് നേരില് കണ്ടുപിടിച്ച് കള്ളി പൊളിച്ചില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അല്ലേ പിന്നെ എന്ത് ചെയ്യാനാ മോളുടെ ഉദ്ദേശം? ആരും അറിയാതെ ദത്തേട്ടനെ ശ്രദ്ധിക്കണം. അവര് കൂടി കാണാൻ പോകുന്ന ഇൻഫർമേഷൻ കിട്ടിയ ആ നിമിഷം ഫോളോ ചെയ്യണം. കൈയോടെ രണ്ടിനെ പൊക്കണം. എന്നാലും മോളുടെ ഒരു കഷ്ടപ്പാടേ. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ കഥ ഇവിടെ ചെന്നേ അവസാനിക്കുമെന്ന്. അന്ന് മോളത് വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായല്ലോ, ഭൂമിയിൽ ഒരൊറ്റ ആണിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്ന്. പ്രത്യേകിച്ച് പോലീസുകാരെ. പോലീസുകാർക്ക് എന്നാ കുഴപ്പം? എന്റെ ഉപ്പാപ്പൻ ഒരു പോലീസുകാരനായിരുന്നു. വെറും പോലീസുകാരനല്ല, ASI പൗലോസ് കുഞ്ഞ്. ഇത്രയും ഡീസന്റും ദൈവഭയമുള്ള ഒരു മനുഷ്യനെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പൗലോസ് സാറേ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ക്ലാരമ്മ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? നല്ല കാര്യം പറയാൻ ആരെങ്കിലും വിളിക്കണോ മോളെ? ദത്ത സാർ ഒരു നല്ല മനുഷ്യനാ. അത് ക്ലാരമ്മയ്ക്ക് എങ്ങനെ അറിയാം? സാറിനെ കണ്ടുടങ്ങിയത് അടുത്ത കാലത്തല്ലേ? എന്തിനാ ഒരുപാട് കാലം കാണുന്നേ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഒറ്റ കാഴ്ച തന്നെ ധാരാളം. കടലിലെ വെള്ളത്തിന് ഉപ്പുണ്ടോന്നറിയാൻ കടല് മുഴുവൻ കുടിച്ചു പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുള്ളി എടുത്ത് നാവി വെച്ചാ പോരെ. ഓ, ഇവിടെ നിങ്ങൾക്ക് പറയാൻ വേദാന്തം ഉണ്ടോ? പള്ളി സെമിനാരിയിലല്ലേ ഒരുപാട് നാള് കുശിനിപ്പണി ചെയ്ത് ജീവിച്ചത്. അച്ഛന്മാരോടുള്ള സഹവാസം കൊണ്ട് കിട്ടിയതാ. ഗോമതി അങ്ങ് പുറത്തേക്കണം. പക്ഷെ പറയാനുള്ളത് ഞാൻ എവിടെയും പറയും. നല്ലൊരു ജീവിതം ആ ആമിമോളും ദത്തസാറും കൊണ്ട് നടക്കുന്നത്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഗോമതി അത് വെറുതെ കലക്കരുത്.